സമ്പന്നമായ ചരിത്രത്തിനപ്പുറം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് മാൻ പാർക്ക്. എന്നിരുന്നാലും ഇവിടെ എല്ലാം ശരിയായില്ല. പുള്ളിമാനുകളുടെയും സാമ്പാർ മാനുകളുടെയും ആവാസ കേന്ദ്രമായ ഈ പാർക്ക് മൃഗസ്നേഹികളുടെ കരിമ്പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ആദർശത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു പരിതസ്ഥിതിയിൽ നിർഭാഗ്യരായ ജീവികൾ സ്ഥലത്തിനായി പാടുപെടുന്നത് പലപ്പോഴും എടുത്തുകാണിക്കപ്പെട്ടിട്ടുണ്ട്. 1992 പ്രവർത്തനം ആരംഭിച്ച മാൻ പാർക്കിൽ 8 സാമ്പാർ വകഭേദങ്ങൾ ഉൾപ്പെടെ 18 മാനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും അവയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത് തിരക്കിന് കാരണമായി. മൃഗങ്ങൾ മരങ്ങളുടെ പുറംതൊലി പറിച്ചെടുക്കുകയും അവ ഉണങ്ങാൻ കാരണമാവുകയും ചെയ്തോടെ പച്ചപ്പ് പതുക്കെ മങ്ങി. ഈ പ്രശ്നം ശ്രദ്ധിച്ച സെൻട്രൽ സൂ അതോറിറ്റി 2016 മാർച്ചിൽ വളപ്പ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു. ഏകദേശം ഒരു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പക്ഷേ മാനുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതികൾ കടലാസിൽ തന്നെ തുടരുന്നു. അതേസമയം മാൻ പാർക്ക് പരിപാലിക്കുന്ന സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഡേഡ് വന്യജീവികൾക്ക് പരിസ്ഥിതി കൂടുതൽ അനുയോജ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയിൽ നിന്നും കടുത്ത ചൂടിൽ നിന്നും മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഷെൽട്ടർ സ്ഥാപിച്ചു. രോഗങ്ങൾ തടയുന്നതിനായി വിദഗ്ധോപദേശപ്രകാരം വളപ്പിനുള്ളിലെ മണ്ണ് കുമ്മായം കലർത്തി, ഒരു ദേദ ഉദ്യോഗസ്ഥൻ പറയുന്നു. മാൻ തകർന്ന ഭാഗങ്ങളിലൂടെ രക്ഷപ്പെടുന്നത് തടയാൻ ചുറ്റുവേലി ശക്തിപ്പെടുത്തി. മുമ്പ് പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ മുമ്പ് മാനുകളെ ആക്രമിച്ച നായ്ക്കളുടെ കടന്നുകയറ്റം തടയാൻ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ട് മതിലിനു ചുറ്റും വേലി സ്ഥാപിച്ചു. ഈ ശ്രമങ്ങൾക്കിടയിലും മാൻ ജീവിക്കുന്ന സ്വാഭാവിക സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ചുറ്റുമതിലെന്ന് മൃഗസംരക്ഷണ പ്രവർത്തകയും രക്ഷാപ്രവർത്തകയുമായ ലക്ഷ്മി CP പറയുന്നു. മാനുകളെ വളർത്തുമൃഗങ്ങളായി വളർത്തുന്നതിനുപകരം അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിലെ കാലതാമസത്തെക്കുറിച്ച് നഗരത്തിലെ നിരവധി മൃഗസ്നേഹികൾ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. അവ വന്യമൃഗങ്ങളാണ്, വളർത്തുമൃഗങ്ങളല്ല. തുടക്കത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള കാലതാമസമാണ് പദ്ധതി നീണ്ടുപോവാൻ കാരണമായത്. മാനുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 1 കോടി രൂപ അനുവദിച്ചെങ്കിലും മാനുകളെ മാറ്റാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ വനം വകുപ്പിന് കഴിഞ്ഞില്ല, ഒരു CHS ഉദ്യോഗസ്ഥൻ പറയുന്നു. മാൻ വംശത്തെ പാർക്കിൽ നിന്ന് വനപ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തിയ വനം വകുപ്പ് ശരിയായതും വിശാലവുമായ ആവാസ് വ്യവസ്ഥ തിരിച്ചറിഞ്ഞതിനുശേഷം മാത്രമേ ഈ സംരംഭം ആരംഭിക്കാവൂ എന്ന് നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു.